തൊട്ടടുത്ത് ഗിർഗാന്റെ പരിപാടി നടക്കുകയാണ്. അവിടത്തേക്ക് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചായ ഗാവയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഗിർഗാനയിൽ ഞങ്ങളും പങ്കെടുത്തിരിക്കുകയാണ്. കൈഫാനിലെ ഗിർഗാനയാണ്. അപ്പോൾ ഇവൻ്റെ മേടമൊക്കെ അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വാർഡിലോട്ട് പോവുകയാണ്. അവിടെ പരിപാടി, വിശാലമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇവരെല്ലാം കയ്യിലിരിക്കുന്നത് കീസ് പറയും മിഠായികളാണ്. ഈ മിഠായി വാങ്ങാനാണ് ഈ കീസൊക്കെ ആയിട്ട് പോകുന്നത്. കേട്ടോ, അറിയാനൊക്കെ വേണ്ടി ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. തുറക്കില്ലെന്ന് അറിയാലോ. അവിടെ നിന്ന് നടന്ന് അടുത്ത റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്. അവിടെ എല്ലാം കുട്ടികളും എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൗക്കത്ത്, നീ ഖത്തറിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഖത്തറിൽ ഇങ്ങനെ ഒരു പരിപാടി നീ കണ്ടിട്ടുണ്ടോ? അവിടെ ഇല്ല. ഇങ്ങനൊരു പരിപാടിയില്ല. അതായത് നോമ്പ് 13-10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികളുടേതായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഇവിടെ നോക്കാം, ഈ ഭാഗത്തൂടെ കയറി നോക്കാം. അവിടെ നല്ല ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും നേരത്തെ സൗദിയിലുണ്ടായിരുന്നു. സൗദിയിലും ഇതേപോലെ വലിയ പരിപാടിയൊന്നുമില്ല. അവിടെ ചെറിയ രീതിയിൽ കുട്ടികളെന്ന് ചെറിയ ഒരു ദിവസം മാത്രം കൊണ്ട് ഇവിടെ 3 ദിവസമാണ് ഗിർഗാന്റെ പരിപാടി ഉള്ളത്. ഞാനിപ്പോ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് മങ്കഫിൽ വിട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ 3 പേരും അവിടാണ് ഇന്ന് ആഘോഷിക്കുന്നത്. നാളെ ഇർമൂക്കില് ഐസ്ക്രീം വണ്ടിയൊക്കെ വന്നല്ലോ. ഇവിടെ ഒരു വീട്ടിലെ ഗിർഗാനൊക്കെ വേണ്ടിയുള്ള പരിപാടികൾ ഒരുക്കുകയാണ്. വണ്ടിയിൽ ഐസ്ക്രീം, ചോക്ലേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് വണ്ടി, ഒന്നല്ല അതുപോലെ അവിടെയും ഇലക്ട്രിക് വണ്ടി കിടപ്പുണ്ട്. അതിനകത്ത് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പോവുകയാണ്. ഗിർഗിയാനോ ഗിർഗിയ, ഇതാണ് പാട്ട്. ഇതാണ് ഗിർഗിയാനോ ഗിർഗിയാനോ. ഇപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ അവിടെ നിന്ന് വന്നവരവിടെ പാട്ട് പാടുകയാണ്.